ഇടുക്കിയിലെ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഇടുക്കി രൂപത നടത്തുന്ന ബഹുജന റാലി ആരംഭിച്ചു. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് റാലി. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, റാലി ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ ഈ റാലി നടത്തുന്നത്? അമൃത, പ്രധാനമായിട്ടും ഇടുക്കിയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുക, ഒപ്പം തന്നെ കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് തുടർച്ചയായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ്. അത് വെടിയുക, ഉടനെ തന്നെ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ വിവിധ ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇടുക്കി രൂപതയുടെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുജന റാലിയിൽ ഇടുക്കി ജില്ലയിലെ എല്ലാ ഇടവകകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇടുക്കി രൂപത മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നലിന്റെ നേതൃത്വത്തിലാണ് ഈ റാലി നടക്കുന്നത്. പൂപ്പാറ എസ്റ്റേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി പൂപ്പാറ ടൗണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ റാലിയിൽ ഇപ്പോൾ മാർ ജോൺ നെല്ലിക്കുന്നലാണ് നേതൃത്വം നൽകുന്നത്. അതിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ഇങ്ങനൊരു റാലിയിലേക്ക് നീങ്ങാനുള്ളൊരു കാരണം? ഈ റാലിയിലേക്ക് നീങ്ങാനുള്ള കാരണം ഇവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ വന്യജീവി ആക്രമണത്തിൽ. അത് കാട്ടാന ആക്രമിച്ച ആളുകളെ കൊല്ലുന്നു, അതുപോലെ തന്നെ കാട്ടുപന്നിയും കുരങ്ങും കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷിയിടം നശിപ്പിക്കുന്നു. മനുഷ്യന് ഇവിടെ ജീവിക്കാനുള്ള സാധ്യത ഇല്ലാതാവുകയാണ്. അങ്ങനെ വലിയ ജനരോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കി രൂപത ഇപ്രകാരമുള്ള ഒരു പ്രതിഷേധ സമ്മേളനം നടത്തുന്നത്. ഈ ജനരോഷം ബന്ധപ്പെട്ട സർക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അറിയുകയും ഈ വനനിയമങ്ങളിൽ കാതലായ മാറ്റം വരുത്തി വളരെ കൃത്യമായ രീതിയിൽ വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിയന്ത്രിച്ചു നിർത്താനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത്. അത് പറയാൻ വേണ്ടിയാണ്, അത് ഞങ്ങളുടെ ആ വിഷമങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള ഒരു പ്രതിഷേധ ജാഥ നടത്തുന്നത്. നിലവിൽ പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇന്ന് സർവകക്ഷി യോഗം ചേരുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ RRT സംഘം ശക്തിപ്പെടുത്തും, മരിച്ചവർക്ക് ആശ്രിതർക്ക് ധനസഹായം പെട്ടെന്ന് വിതരണം ചെയ്യാം എന്നുള്ള ഉറപ്പുകളൊക്കെ ഇപ്പം ഇന്ന് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഉറപ്പുകൾ വിശ്വാസമുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ പല വാഗ്ദാനങ്ങളായിട്ട് മാത്രം അവശേഷിക്കുകയാണ്. ഇപ്പോഴും ധനസഹായം കിട്ടണമെങ്കിൽ അതിന് നിരവധിയായ കടമ്പകളുണ്ട്. ഈ മരിച്ചുപോയിട്ടുള്ള ആളുകളൊക്കെ ആ വീടുകളുടെ അത്താണിയായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ധനസഹായം കൊടുക്കുന്ന കാര്യത്തിൽ കൂടുതൽ കൃത്യത വരുത്തണം, സുതാര്യത വരുത്തണം, കാലതാമസം ഒഴിവാക്കണം. പക്ഷേ ഈ 10 ലക്ഷം എന്ന് പറയുന്ന ഈ ധനസഹായം എന്ന് പറയുന്നത് ഒരു വീടിന് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മൾ ഈ കൊല്ലപ്പെട്ട ആളുകളെ എടുക്കുമ്പോൾ അവർ അധ്വാനിച്ചിരുന്ന തൊഴിലാളികളാണ്, കുടുംബം പോറ്റിയിരുന്നവരാണ്, കൊച്ചു കുട്ടികളുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു പരിഹാരമല്ല. പരിഹാരം എന്ന് പറയുന്നത് ശാശ്വതമായിട്ട് ഇത് പരിഹരിക്കാനുള്ള ശാസ്ത്രീയമായ നടപടികൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരേ ഒരു പരിഹാരം. എന്തായാലും ഇത്തരത്തിൽ വലിയ പല രീതിയിലുള്ള ആവശ്യങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ പ്രഖ്യാപനങ്ങളെല്ലാം നേരത്തെ തന്നെ ഉള്ളതാണ്. പക്ഷേ ഇത് എത്ര കണ്ട് ഫലപ്രാപ്തിയിലെത്തിയിട്ടുണ്ടെന്ന് ഇപ്പോഴും സംശയമുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നത് വരെ ഇത്തരത്തിലുള്ള ഇടുക്കിയിലെ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി രൂപത ബഹുജന റാലി നടത്തുന്നത്. വിവരങ്ങളാണ് സിജോ വർഗീസ് പങ്കുവച്ചത്.